ശ്രീ പി ശ്യാംരാജ്, CPM-ന്റെ നിലപാട് മാറ്റത്തിനുള്ളിലെ തന്ത്രം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്? അതായത് 2025 PM ശ്രീയുമായി സഹകരിക്കില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി, 2025 ജൂണിൽ സഹകരിക്കില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഒക്ടോബർ ആകുമ്പോഴത്തേക്കും സഹകരിക്കാം എന്നുള്ള ധാരണാപത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്ക് വരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഞങ്ങൾ കേന്ദ്രം പറയുന്നത് പോലെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന്. എന്താണ് അവർ അർത്ഥം വയ്ക്കുന്നത്? അവരുടെ ഈ മലക്കം മറിച്ചിലിന് പിന്നിലെ കാരണം എന്തായിരിക്കാം? രോഹിണി, ഇത് ഈ വെറുതെ കിടന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MOU സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് നാഷണൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വെച്ചിട്ടുള്ള ആ സിസ്റ്റം തന്നെ വരാൻ വേണ്ടിയിട്ട് പറ്റൂ. അതല്ലാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അതിനുശേഷം ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ സിലബസ് തയ്യാറാക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇത് കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങളെ ഇവർ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവർ വലിയൊരു പ്രൊപ്പഗണ്ട കേരളത്തിലിറങ്ങി. കേന്ദ്രം പിടിമുറുക്കുന്നേ, സമ്പത്ത് പൈസയൊന്നും തരുന്നില്ല എന്നും പറഞ്ഞിട്ട്. യാഥാർത്ഥ്യം എന്തായിരുന്നു? ഇവർ GST തുടങ്ങിയ സമയത്ത് 5 വർഷത്തേക്ക് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കോമ്പൻസേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞതിനെ, അതായത് 5 വർഷത്തേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു, അതിനുശേഷവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ കേന്ദ്ര സർക്കാരിന്റെ തലയിലാക്കി. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് കോൺഗ്രസ് ഒരാളെ ചാക്കിട്ട് പിടിച്ചിട്ട് ഡൽഹി കൊണ്ടുവച്ചിട്ടുണ്ട് ശ്രീ KV തോമസ്. ഈ കേരളത്തിന് പണം കിട്ടുന്നില്ല എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ KV തോമസ് ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമനെ പോയി കണ്ടിട്ട്, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളെ കണ്ടത് ഓർമ്മയുണ്ടോ? അന്ന് അദ്ദേഹം പറഞ്ഞെന്താ ഓർമ്മയുണ്ടോ? നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചു എന്തായി ശ്രീമതി നിർമ്മല സീതാരാമനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് കേരളത്തോട് പറഞ്ഞതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചായക്ക് മധുരം പോരാന്ന്. അതാ നിങ്ങളുടെ ആർക്കൈവ്സിൽ കിടപ്പുണ്ടാവും. അധികം കാലമൊന്നും ആയില്ല, 1 വർഷത്തിന് മുമ്പാണ്. ഇതാണ് ഈ ഇടതുപക്ഷം ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ കണക്കുമില്ല, ഇവരുടെ കയ്യിൽ സംവിധാനങ്ങളുമില്ല, ഇവരുടെ കയ്യിൽ സത്യവുമില്ല. MOU PM ശ്രീ പദ്ധതിയുമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, ഞാനൊരു പ്രൂഫ് നിങ്ങൾക്ക് തരാം, ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ടുള്ള സിലബസ് തയ്യാറാക്കിയേ പറ്റൂ. ഇതിനകത്തെ വിഷയം എന്തറിയോ? കുറേ കാലമായിട്ട് ഈ രാജ്യം ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും CPM, കേരളം ഭരിച്ചിട്ടുള്ള CPM എല്ലാം അവർക്ക് തോന്നിയ രീതിയിലുള്ള സിലബസ് ആണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നെഹ്റു ഇന്ദിരാഗാന്ധിയും അവർ തിരിഞ്ഞു നിന്നിട്ട് അവരുടെ തോളിൽ തന്നെ ഭാരതരത്ന ഇട്ടതുപോലെ, അവരെ കുറിച്ചിട്ട് മാത്രം പറയുന്നത് പോലെ, അവരുടെ പേരിൽ മാത്രം യൂണിവേഴ്സിറ്റികളും സ്റ്റേഡിയങ്ങളും റോഡുകളും ഒക്കെ നിർമ്മിക്കുന്നത് പോലെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ, കേരളത്തിലാണ് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ നാടിനെ കുറിച്ചിട്ട്, ഈ നാടിന്റെ ചരിത്രത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് കുട്ടികൾ പഠിക്കുക തന്നെ ചെയ്യും. ഇനി കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനോട് കൂടെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. നോക്കൂ, പച്ച കള്ളമാണ് ഈ കോൺഗ്രസ്സുകാരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക്, അവിടുത്തെ നേതാക്കന്മാർക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്ന അഭിപ്രായമല്ലെന്നേ. ഞാൻ 2023 ഏപ്രിൽ 13 ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത വായിക്കാം. ജയ്പൂർ, അണ്ടർ ദ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, PM ശ്രീ ഇനിഷ്യേറ്റീവ്, 402 ഗവൺമെന്റ് സ്കൂൾസ് ഇൻ രാജസ്ഥാൻ ഹാവ് ബീൻ സെലക്ടഡ് ഇൻ ദ ഫസ്റ്റ് ഫേസ്. ദ മാക്സിമം നമ്പർ ഓഫ് സ്കൂൾസ് ഫ്രം എനി സ്റ്റേറ്റ് ടു ബി ദസ് സെലക്ടഡ്, സെഡ് ഒഫീഷ്യൽസ് ഓൺ വെനസ്ഡേ. എന്ന് പറഞ്ഞാൽ PM ശ്രീ പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്ക് ഗ്രാന്റ് അനുവദിച്ചത് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന രാജസ്ഥാൻ സർക്കാരിനാണെന്ന്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് BJP ഭരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വികസന പദ്ധതികൾ ആ സംസ്ഥാനം BJPയുടേതല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല. 1ാം ഫേസിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിനാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടി ഞാൻ വായിക്കാം. BD കല്ല, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സെഡ് ദ സെലക്ഷൻ ഓഫ് സോ മെനി സ്കൂൾസ് റിഫ്ലക്റ്റഡ് ദ ഗെഹ്ലോട്ട് ഗവൺമെന്റ് സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അത് രാജസ്ഥാനിലെ ഗെഹ്ലോട്ട് ഗവൺമെന്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് അവരുടെ സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ വികസിപ്പിക്കുന്നതിന്റെ വിജയമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മനസ്സിലാക്കണേ. അപ്പൊ എവിടെയാണ് കഴുത്ത് ഞെരിക്കുന്നത്? എവിടെയാണ് ഫണ്ട് കൊടുക്കാതിരിക്കുന്നത്? എവിടെയാണ് കേന്ദ്ര സർക്കാർ സിലബസിൽ മാറ്റം വരുത്തിയത്? അങ്ങനൊന്നുമില്ല. ഇനി കേരളത്തിലേക്ക് പോവാ. ഇന്നലെ മിനിയാന്നുമായിട്ട് ശ്രീ V ശിവൻകുട്ടി ചോദിച്ചെന്താ, നിങ്ങളുടെ കയ്യിൽ അതിന്റെ വീഡിയോസ് ഉണ്ടല്ലോ, എന്താണ് NIPക്ക് കുഴപ്പം? V ശിവൻകുട്ടി, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് NIPക്ക് എന്താണ് കുഴപ്പം? NIPക്ക് ഒരു കുഴപ്പവുമില്ല, PM ശ്രീ പദ്ധതിക്ക് ഒരു കുഴപ്പവുമില്ല.
കുഴപ്പമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്, കുഴപ്പമുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാണ്. ഇവർ BJP സർക്കാർ എന്ത് കൊണ്ടുവന്നാലും ആദ്യം എതിർക്കുക എന്നുള്ളത് ഇവരുടെ ഒരു നയമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ PM ശ്രീ പദ്ധതിയെ എതിർത്ത് ഇവിടുത്തെ സാധാരണക്കാർക്കായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് ഫണ്ട് ഇവിടെ NEP കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് നോക്കണേ. 1986 നമ്മളെ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ രാജ്യം എത്രയോ മാറി. ആ വീടുകളിൽ കളർ TV പോട്ടെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV പോയിട്ട് വീടുകളിൽ ഒരു റേഡിയോ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, സ്മാർട്ട് ഫോണുകളെ കുറിച്ചിട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, ഇത്രമാത്രം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഒന്നും വരുമെന്ന് പോലും ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടം. നമ്മൾ ഒരു ടേപ്പ് റെക്കോർഡിൽ, ഒരു കാസറ്റിൽ വെറും 12 പാട്ടുകൾ മാത്രം റെക്കോർഡ് ചെയ്ത് പാട്ട് കേട്ടിരുന്ന കാലഘട്ടം. ഇന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് പാട്ടുകൾ ഒരേ ചിപ്പിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് എത്രയോ മുമ്പത്തെ ഒരു വിദ്യാഭ്യാസ പോളിസിയായിരുന്നു, എഡ്യൂക്കേഷൻ പോളിസിയായിരുന്നു. അതിൽ മാറ്റം വരുത്തിയപ്പോൾ, കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കിയപ്പോൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഇവരുടെ പിന്തിരിപ്പൻ നയമാണ്. ആ പിന്തിരിപ്പൻ നയവുമായിട്ട് ഇനി മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള മനംമാറ്റം മാത്രമാണ്. ഇവരിതിന് ഫ്രീക്കൻ പേരൊക്കെ ഇടും, മനം മാറ്റം, നയം മാറ്റം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തണമെന്ന് ഈ കൂട്ടർക്ക് മനസ്സിലായി. NEP-യിൽ ഒരു പരാതിയുമില്ല എന്ന് ശിവൻകുട്ടിയും കോൺഗ്രസ് പാർട്ടിയും പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് കേവലമായിട്ടുള്ള രാഷ്ട്രീയം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഒരു കാര്യം കൂടി, PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, ഉദിച്ചുയർന്ന ഇന്ത്യക്ക് ചിറകുകളാകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മേഖലകളിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും, അത് നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള നമ്മുടെ ആയുധങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിലായിക്കോട്ടെ, നമ്മുടെ കാർഷിക രംഗത്തായിക്കോട്ടെ, ലോകരാജ്യങ്ങൾക്കിടയിലുള്ള നമ്മുടെ സ്വീകാര്യതയ്ക്കായിക്കോട്ടെ, എല്ലാ രീതിയിലും നമ്മൾ വളരെ മുമ്പോട്ട് പോയിക്കോട്ടെ, സാമ്പത്തിക രംഗത്തായിക്കോട്ടെ വളരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം അതിനൊരുപടി മുന്നേ നമ്മുടെ സ്കൂളുകൾ കൂടി മുമ്പോട്ട് പോകണം. ഉദിച്ചുയരുന്ന രാജ്യത്തിൻ്റെ ചിറകുകളായിട്ട് നമ്മുടെ സ്കൂളുകളും കുട്ടികളും വിദ്യാർത്ഥികളും മാറണം. അതിനു വേണ്ടിയിട്ടുള്ളതാണ് PM ശ്രീ സ്കൂൾ പദ്ധതി എന്ന് പറയുന്നത്. മുഴുവൻ രാജ്യത്തും നടപ്പാക്കണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള അടിച്ചമർത്തലോ പിടിച്ചുവെക്കലോ ഇല്ല. അതൊക്കെ നുണപ്രചരണങ്ങൾ മാത്രമാണ്. ശരി.